കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് കുറ്റ്യാടിപ്പുഴയുടെ കൈവഴിയായ കരിങ്ങാട് തോടിന്റെ തീരമിടിഞ്ഞു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. 4 കുടുംബത്തിലെ 14 പേരെ മാറ്റി താമസിപ്പിച്ചു. തോടിന്റെ തീരത്തുള്ള മസ്ജിദുൽ ഫാറൂഖ് പള്ളിയും ക്വാർട്ടേഴ്സും ഒക്കെ അപകട ഭീഷണിയിലാണ്. കനത്ത മഴയിലും കാറ്റിലും കൊയിലാണ്ടി നടേരിക്കടവ് പള്ളിക്ക് സമീപം മരം വീണ് വൈദ്യുതി പോസ്റ്റുകളും പൊട്ടിയിട്ടുണ്ട്. ലിനറ്റ് വർഗീസ് തുടരുന്നുണ്ട്. നമുക്കിപ്പം ലിനറ്റ്, മഴക്കെടുതികൾ, രാവിലെ തന്നെ മഴക്കെടുതികളാണ്. ഇവരെ ഈ പുഴയുടെ തീരത്തുള്ളവരെ പൂർണ്ണമായും മാറ്റി പാർപ്പിച്ചോ? എന്താണ് നിലവിലെ സാഹചര്യം? സേതു, മലയോര മേഖലകളിൽ മഴ ശക്തമാവുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് പുഴയുടെയും അതോടൊപ്പം നദിയുടെയും ഒക്കെ ഓരത്ത് താമസിക്കുന്നവർ ഏറെ അപകട ഭീഷണിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം മഴ കൂടുന്നതിനനുസരിച്ച് നദിയുടെയൊക്കെ ഒഴുക്ക് കൂടുകയും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ തൊട്ടിൽപ്പാലം കുറ്റ്യാടി പുഴയുടെ കൈവരിയായ കരിങ്ങാട് തോടിന്റെ തീരമിടിഞ്ഞതായിട്ടാണ് അറിയുന്നത്. അവിടെ നിന്ന് 4 കുടുംബങ്ങളിലെ 14 പേരെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അതിന് തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിലെയും അതോടൊപ്പം മസ്ജിദ് ഫറൂഖ് പള്ളിയും അപകട ഭീഷണിയിലാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഈ 14 പേരെയാണ് അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അവരുടെ വീടിനോട് ചേർന്നുള്ള തീരമാണ് ഇടിഞ്ഞിരിക്കുന്നത്. സംരക്ഷണ ഭിത്തിയും അതോടൊപ്പം ഇടിഞ്ഞു എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമാവുന്നത്. വളരെയേറെ മഴ ശക്തമാവുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ഉയരുമ്പോൾ രാത്രി പോലും മഴ കൂടുന്നതിനനുസരിച്ച് പുഴയിലെ വെള്ളം കൂടുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ തീരമിടിയുകയും സംരക്ഷണ ഭിത്തിയും ഒക്കെ ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ പഞ്ചായത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവരെ മാറ്റി താമസിപ്പിക്കുകയായിരുന്നു. മറ്റൊരു ക്വാർട്ടേഴ്സിലേക്കാണ് ഇവരെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം കൊയിലാണ്ടിയിൽ ഇത്തരത്തിൽ വൈദ്യുതി പോസ്റ്റുകളിലൊക്കെ തന്നെ നശിച്ചതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ശക്തമായ കാറ്റാണ് പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴയിലും കാറ്റിലും പെട്ടിട്ട് മരങ്ങൾ കടപുഴകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, പോസ്റ്റുകൾ നശിക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് നിലവിൽ വൈദ്യുതിയൊക്കെ കൊയിലാണ്ടിയിൽ നിലച്ച ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. 2 HD കമ്പികളാണ് അതോടൊപ്പം തന്നെ നശിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. സേതു, ശരി ലിനറ്റ്, അങ്ങനെ വലിയ മഴക്കെടുതികൾ കൂടി റിപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ച് ഈ മരങ്ങൾ കടപുഴകി വീഴുന്നതും അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീഴുന്നതുമായുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ KSEBയുടെ നഷ്ടക്കണക്ക് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ടുണ്ടായ നഷ്ടക്കണക്കൊക്കെ വന്നിരുന്നു. ലക്ഷങ്ങളുടെ കണക്കുകളൊക്കെ KSEB പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മരങ്ങളും അതുപോലെ പോസ്റ്റുകളും ഒക്കെ സൂക്ഷിക്കണം ഈ സമയത്തൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ.